ഞാൻ കുറച്ച് മുമ്പേ ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ട്, കാലമേ നീ എത്ര നീതിമാൻ എന്ന് പറഞ്ഞിട്ടുള്ള പോസ്റ്റ് ഇട്ട്. അപ്പോൾ ആ പോസ്റ്റിൻ്റെ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരുപാട് ആൾ തെറ്റിദ്ധരിച്ചിട്ടുണ്ട്. സത്യത്തിൽ അവർ തെറ്റിദ്ധരിക്കുന്ന ആ വിഷയം ഞാൻ മനസ്സാ വാചാ കർമ്മണ അറിയാത്ത കാര്യമാണ്. ഞാൻ ആ പോസ്റ്റ് ഇട്ടത് എത്ര മണിക്കാന്ന് നോക്കുക. നിങ്ങൾ ഉദ്ദേശിക്കുന്ന ആ ന്യൂസ് സ്പോട്ട് ഔട്ട് ആയി വന്നതും എത്ര മണിക്കാന്ന് ആലോചിക്കുക, അത് നോക്കുക. അപ്പോൾ അത് കൃത്യമായിട്ട് മനസ്സിലാവും. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ഈ കഴിഞ്ഞ 2-3 ദിവസം മുമ്പേ കോഴിക്കോട് ഒരു സ്ത്രീ ആത്മഹത്യയുമായി ബന്ധപ്പെട്ടിട്ട് ആ സ്ത്രീ മുന്നേ അയച്ച ഒരു വോയിസ് ക്ലിപ്പ് ലീക്ക് ഔട്ടായിട്ടുണ്ട്. സ്വാഭാവികമായിട്ട് അത് ഇന്ന് രാവിലെ ഞാൻ കേട്ടപ്പോഴാണ് ഞാൻ പറഞ്ഞത്. കാരണം എന്താ, ആ പാർട്ടിയുമായി ബന്ധപ്പെട്ടിട്ട ആൾക്കാരാണല്ലോ രാഹുലിനെതിരെ വളരെ മോശമായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറഞ്ഞ് പ്രചരിപ്പിച്ചതൊക്കെ. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട ഞാൻ ഇട്ടത്. പക്ഷെ അത് മനസ്സിലാക്കാത്ത, അതിൻ്റെ തൊട്ട് പിറകിൽ വന്ന ന്യൂസ് സ്പോട്ട് ഔട്ട് ചെയ്ത കാര്യത്തിനനുസരിച്ചായിരിക്കും ഞാൻ ഇട്ടത് എന്നുള്ള തെറ്റിദ്ധാരണയാണ് എൻ്റെ സഹപ്രവർത്തകർക്ക് വന്നത്. ഞാൻ അതിൻ്റെ നിരൂപാധികളോട് ക്ഷമ ചോദിക്കുന്നു. കാരണം എല്ലാ ഘട്ടത്തിലും എന്നെ സപ്പോർട്ട് ചെയ്തും എൻ്റെ ഒപ്പം നിൽക്കുന്ന ഒരുപാട് ആളുണ്ട്. അവരെയൊക്കെ വികാരങ്ങൾ ഞാൻ മനസ്സിലാക്കുന്നു. പക്ഷേ ഞാൻ ആവർത്തിച്ച് പറയുന്നു, സകലമാന ദൈവങ്ങളെ സാക്ഷി നിർത്തി തന്നെ പറയുന്നു, ഞാനത് ഉദ്ദേശിച്ചിട്ടേ ഇല്ല, ഞാനത് കേട്ടിട്ടുമില്ല, ഞാനത് കണ്ടിട്ടുമില്ല. പിന്നെ വി ഡി സതീശൻ്റെ പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം നടക്കുന്ന വിവാദമൊന്നുമല്ല. അത് കഴിഞ്ഞ കുറേ കാലങ്ങളായില്ലേ CPM കൊടുക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് പല ഘട്ടത്തിലും. അപ്പോൾ അതൊന്നും എവിടെയും വേശുന്നില്ലല്ലോ. അപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ വരുമ്പോൾ അതൊരു പുതിയ ന്യൂസും അല്ല. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു, നമ്മളൊരു കാര്യത്തെപ്പറ്റി പറയുമ്പോൾ അത് ഈ കമൻറ്റ് ഇടുന്നതിന് മുമ്പ് തന്നെ എന്നെ മെസ്സഞ്ചറിൽ വന്നൊന്ന് ചോദിച്ചാൽ പോരെ, എന്ത് റഫീഖോ നിങ്ങൾ ആ പോസ്റ്റ് ഇട്ടെന്നുള്ളത്. അപ്പോൾ ഞാനത് കൃത്യമായി പറഞ്ഞു തരുമല്ലോ. പക്ഷെ ഞാൻ അറിയാത്ത കാര്യങ്ങൾ പിന്നെ എൻ്റെ പേരിലേക്ക് വെച്ച് കെട്ടുന്നത് എന്തിനാ? ഇനി അങ്ങനെ എനിക്ക് വല്ല വിയോജിപ്പും ഉണ്ടെങ്കിൽ ഞാനത് കൃത്യമായിട്ട് തന്നെ പറയുമല്ലോ. അതിൽ നിങ്ങൾ ആ സമയത്ത് എന്ത് കമൻ്റ് ഇട്ടോ എന്ത് പറഞ്ഞോന്നും എനിക്ക് വന്ന് വാദിക്കുന്ന വിഷയമല്ല. പക്ഷെ ഇതെനിക്ക് വലിയ മാനസിക വിഷമം ഉണ്ടാക്കിയിട്ടുണ്ട്. കാരണം ഞാൻ സ്വപ്നത്തിൽ അറിയാത്ത കാര്യമാണ്. അങ്ങനെ ഒരു വിഷയം ന്യൂസ് സ്പോട്ട് ഔട്ട് ആയിട്ടൊന്നും ഇങ്ങനെ CBIക്ക് വിടണമെന്ന് ഗവൺമെൻറ് തീരുമാനിച്ചിട്ടുണ്ടെന്നും ഞാൻ അറിയത്തില്ല. ഞാൻ ഈ കമൻറ്റ് കണ്ടപ്പോഴേ എൻ്റെ ഒപ്പം നിൽക്കുന്ന 2-3 പേരെന്നെ വിളിച്ച് പറഞ്ഞപ്പോഴാണ് ഞാൻ ആ കമൻറ്റ് തന്നെ ശ്രദ്ധിക്കുന്നത്. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു വന്നത്, നമ്മളൊരു കാര്യത്തിന് പിന്നെ ഒരു കാര്യം അറിയുന്നതിന് മുമ്പ് തന്നെ അതിന് പ്രതികരിക്കുകയല്ല വേണ്ടത്. ഞാൻ പറഞ്ഞത്, ഞാനൊരു വിഷയത്തെപ്പറ്റി പറയുന്നുണ്ടെങ്കിൽ അത് 10 പ്രാവശ്യം അതിൻ്റെ കാര്യങ്ങൾ മുഴുവൻ മനസ്സിലാക്കി അതിൻ്റെ വിത്ത് എവിഡൻസ് മുഴുവൻ ശേഖരിച്ച് വെച്ച് എന്നിട്ട് ഞാൻ പറയാറുള്ളൂ. കാരണം ഇത് സോഷ്യൽ മീഡിയ ആണ്. ഇത് നമ്മൾ എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ അത് വലിയ നിയമകുരുക്കിലേക്കൊക്കെ പോകുന്നുള്ള ബോധമെല്ലാം എനിക്കുണ്ട്. അപ്പോൾ അതിൻ്റെ കൃത്യമായി വിത്ത് എവിഡൻസ് ഒക്കെ തയ്യാറാക്കി വെച്ചിട്ട് ഞാൻ ഏതൊരു വീഡിയോയും ചെയ്യാറുള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഇത് ഞാൻ സംഭവം അറിയത്തേ ഇല്ല ഇങ്ങനെ ഒരു വിഷയം. പക്ഷെ ഞാൻ ഉദ്ദേശിച്ചത് ആ മറ്റേ CPMന് നേരെ വിരൽ ചൂണ്ടുന്ന ആ വോയിസുമായി ബന്ധപ്പെട്ട, മനസ്സിലായ? അതിന്ന് രാവിലെ ഞാൻ കേട്ടപ്പോഴേ തന്നെ ഇട്ടത്. ഇനി അതെല്ലാം നിങ്ങൾക്ക് സംശയം, ഞാൻ പോസ്റ്റ് എത്ര മണിക്കാണ് ഇട്ട് നോക്ക്. അപ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും സൗദി സമയത്ത് എത്ര മണിക്കാണ് ന്യൂസ് സ്പോട്ട് ഔട്ട് ആയത്, ഈ പുനർജനി വിഷയവുമായി ബന്ധപ്പെട്ട് എത്ര മണിക്കത് ടെലികാസ്റ്റ് ചെയ്തു, ഞാൻ ഇട്ട പോസ്റ്റ് എത്ര മണിക്കാന്ന് നോക്ക്. അപ്പം ഞാനിത് നാളെ രാവിലെ അല്ലെങ്കിൽ 1 മണിക്കൂർ കഴിഞ്ഞാൽ ഇതിങ്ങനെ വരും എന്ന് പ്രവചിച്ചിട്ട് ഞാൻ എത്തുന്ന പോസ്റ്റാണ്. അപ്പോൾ അതാ പറഞ്ഞു വരുന്നത്. പിന്നെ വിയോജിപ്പുണ്ടെങ്കിൽ വിയോജിപ്പ് ഞാൻ അടയാളപ്പെടുത്തലുണ്ട്, അത് നാളെകളും ചെയ്യും, അത് വിഷയം വേറെ. അല്ലാതെ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിലുള്ള പോസ്റ്റൊന്നും അല്ലാതെ കേട്ടാ. ഞാനത് വേദിക്കൽ വിഡ്രോ ചെയ്യണം നിങ്ങൾ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ വിഡ്രോ ചെയ്യും. എനിക്ക് ഈഗോയുടെ പ്രശ്നമൊന്നുമല്ല. തെറ്റുകൾ സംഭവിച്ചിട്ടുണ്ടെങ്കിൽ ഞാനത് തിരുത്താനും തയ്യാറാണ്. പക്ഷെ ഇത് ഞാൻ എൻ്റെ മനസ്സാ വാചാ കർമ്മ അറിയാത്ത കാര്യമാണ് കേട്ടാ. അപ്പോൾ അതുകൊണ്ട് അതിനൊരു വിശദീകരണം പറയാമെന്നുള്ളതുകൊണ്ടായിരിക്കും ഞാനൊരു വീഡിയോസിൽ വന്ന. അതുകൊണ്ട് ആരും തെറ്റിദ്ധരിക്കണ്ട. വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ഈ വീഡിയോസിൻ്റെ ഇടയിൽ കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ ആ പോസ്റ്റ് പിൻവലിക്കാം, കുഴപ്പമില്ല. അല്ലെങ്കിൽ ഞാൻ പിൻവലിച്ചു കഴിഞ്ഞാൽ എന്താ വിചാരിക്കാൻ വെച്ചാൽ ഞാൻ നിങ്ങളെയൊക്കെ ഈ കമൻറ്റോളികളെ ഭയപ്പെട്ടിട്ട് ഞാനതങ്ങ് പിൻവലിച്ചെന്ന് തെറ്റിദ്ധരിക്കണ്ട എന്നുള്ളതാണ് ഞാൻ ഇപ്പോഴും അത് അവിടെ വെച്ചിരിക്കുന്നത്. ഓക്കെ. ഇനി കാള വെക്കുന്നതിനും കയറെടുക്കുന്ന പ്രവണതയും ശരിയല്ല. സോഷ്യൽ മീഡിയ അല്ലേ, നമുക്ക് നമ്മുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളും എഴുതാനും കുത്തിക്കുറിക്കാനൊക്കെ ഉള്ള അവകാശം ഉണ്ടല്ലോ. പക്ഷെ അത് മനസ്സിലായിട്ടില്ലെങ്കിൽ ചോദിക്കുക, എന്താണ് ഉദ്ദേശിച്ചത്, അതല്ലേ മാന്യമായിട്ട് ആദ്യം ചെയ്യേണ്ടത്. ഞാനൊക്കെ അങ്ങനെ ചെയ്യണം. ഞാനിപ്പോൾ എന്തെങ്കിലും ഒരു പോസ്റ്റ് ഏതെങ്കിലും ഒരു ആരും വിട്ട് കഴിഞ്ഞാൽ ഞാൻ ഒരു മെസ്സഞ്ചർ പോയി നിങ്ങൾ എന്ത് ഉദ്ദേശിച്ചിട്ടാണ് ഇട്ടത്, എന്താണ് എൻ്റെ വിഷയം, അപ്പോൾ ഞാൻ അന്വേഷിക്കാറുണ്ട്, എന്നിട്ട് ഞാൻ പറയാറുള്ളൂ.
അല്ലാതെ കുറേ വന്നിട്ട് അവിടെ കുത്തിക്കുറിച്ച് അൺപാർലമെന്റ് വാക്കൊക്കെ കുത്തിക്കുറിച്ച് ഇട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളങ്ങ് പിന്മാറുന്നോ വിട്രോ ചെയ്യുന്നോ അത് അങ്ങനെയൊന്നും ധരിക്കുകയും വേണ്ട, അങ്ങനെയൊന്നും പോകുന്നവനുമല്ല ഞാൻ ഈ കഴിഞ്ഞ 15 വർഷമായില്ലേ ഇതിനകത്ത് സജീവമായി നിൽക്കുന്നു ഇല്ലേ. എന്തെല്ലാം മാനസികമായിട്ടുള്ള വിഷമങ്ങളും പ്രയാസങ്ങളും ഒക്കെ അനുഭവിക്കുന്നുണ്ട്. ഞാൻ വല്ല പരാതിയോ പരിഭവമോ ആരും ഇല്ല. കാരണം എന്താ, നമ്മൾ പറയുന്നതിനകത്ത് എതിരഭിപ്രായം ഉണ്ടെങ്കിൽ അത് അവരവരുടെ ശൈലിയിൽ ഇടട്ടെ. നമുക്കിപ്പോൾ അവരെ തിരുത്താനൊന്നും പറ്റത്തൊന്നുമില്ല. ഞാൻ എൻ്റെ ബോധ്യം പറയും. അപ്പോൾ അത് അത്രയേ ഉള്ളൂ. അപ്പോൾ ഞാനിത് പറഞ്ഞു വന്നത്, ഞാൻ നിങ്ങൾ ഉദ്ദേശിക്കുന്ന തരത്തിൽ ഉദ്ദേശിച്ചിട്ടതല്ല. ഞാൻ ഇട്ടത് മറ്റൊരു വിഷയവുമായി ബന്ധപ്പെട്ടാണ്. പക്ഷെ സ്പോട്ടിൽ തന്നെ മറ്റൊരു വിഷയം കടന്നു വന്നപ്പോൾ സ്വാഭാവികമായിട്ട് തെറ്റിദ്ധാരണ പുറത്തായിരിക്കാം നിങ്ങളത് അങ്ങനത്ര ബാഡ് കമൻ്റൊക്കെ ഇട്ടതെന്ന് ഞാൻ മനസ്സിലാക്കുന്നു. ഏതായാലും ഞാൻ ആ പോസ്റ്റ് വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഈ വീഡിയോസിൻ്റെ ഇടയിൽ വന്ന് കമൻറ്റ് ഇട്ട് കഴിഞ്ഞാൽ ഞാൻ അത് വിഡ്രോ ചെയ്യാം. ഞാൻ ആവർത്തിച്ച് പറയുന്നു, ഞാൻ എൻ്റെ മനസ്സാവാത കർമ്മങ്ങൾ ഞാൻ അറിയാത്ത കാര്യങ്ങൾ എൻ്റെ മനസ്സിൽ പോലും ഞാനത് ഉദ്ദേശിച്ചിട്ടില്ല. എങ്ങനെ എൻ്റെ സ്വപ്നത്തിലെങ്കിലും വരില്ല, അതങ്ങനെ ഉണ്ടായിട്ടില്ല. ഓക്കെ. പിന്നെ പുനർജന വിഷയവുമായി ബന്ധപ്പെട്ട് ഇപ്പം തുടങ്ങിയ വിഷയമൊന്നുമല്ല ഇത് വർഷങ്ങൾക്ക് മുമ്പ് തന്നെ CPM ഈ ഒരു അലിഗേഷൻ ഇങ്ങനെ കൊണ്ട് നടക്കുന്നുണ്ട്. അതിനൊരു പുതുമയെ ഞാൻ കാണുന്നുമില്ല. അതൊക്കെ വന്ന വഴിക്കത് അങ്ങോട്ട് പോകും. ഓക്കെ. ഇനി വല്ല അഭിപ്രായ വ്യത്യാസവും കാര്യങ്ങളുണ്ടെങ്കിൽ ഞാൻ നേർക്കേറെ പറയുന്ന വ്യക്തിയും കൂടിയാണ്. രാഹുലിൻ്റെ വിഷയത്തിനകത്തൊക്കെ ഞാൻ കൃത്യമായിട്ട് നിങ്ങളെ എന്തൊക്കെ വിളിച്ചിട്ട് ഞാൻ വിഡ്രോ ചെയ്തില്ല, ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ. അതുപോലെ വിൻസെന്റ് സാറിനെതിരെ ഒരു ആരോപണം വന്ന് പാർട്ടിക്കകത്തുള്ള നേതാക്കന്മാർ മുഴുവൻ അദ്ദേഹത്തിനെതിരെ തിരിഞ്ഞപ്പോഴും ഞാൻ അദ്ദേഹത്തിൻ്റെ പക്ഷം നിന്ന് സംസാരിച്ചവനാണ്. എൽദോസ് കുന്നപ്പള്ളിക്കെതിരെ ഇതുപോലെ ഒരു ആരോപണം വന്നപ്പോഴും ഞാൻ എൽദോസ് കുന്നപ്പള്ളിക്ക് വേണ്ടി വാദിച്ച് സംസാരിച്ചു ഇതേ സോഷ്യൽ മീഡിയയിൽ. അന്നും ഞാൻ ഒരുപാട് കാര്യങ്ങൾ കേട്ടിട്ടുണ്ട്. എൻ്റെ ഫോട്ടോ അടക്കം മേടിച്ചിട്ട് CPMൻ്റെ പ്രവർത്തകർ ഇരയാക്കപ്പെട്ട സ്ത്രീയെ എന്താ പറയുക അവഹേളിച്ച് അതുകൊണ്ട് ഇവനിക്കെതിരെ കേസെടുക്കാന്ന് പറഞ്ഞിട്ട് വ്യാപകമായിട്ട് പോസ്റ്റ് വരെ പ്രചരിപ്പിച്ച് അപ്പോഴും ഞാൻ പുറകോട്ട് പോയിട്ടില്ല. കാരണം എൻ്റെ ബോധ്യമാണല്ലോ എൻ്റെ ശരി. ആ ശരിയിൽ അവിടെ ഉറച്ചു നിൽക്കും. അത് തലപോയാലും ശരി, എനിക്കൊരൊറ്റ മുഖമേ ഉള്ളൂ. ആ മുഖം വെച്ചിട്ട് തന്നെയാണ് സംസാരിക്കുന്നത്. നല്ല ബോധത്തോടുകൂടി തന്നെ സംസാരിക്കുകയും ചെയ്യുന്നു. ഞാൻ ലഹരിയൊന്നും ഉപയോഗിക്കാതെ വ്യക്തിയാണ്, മനസ്സിലായ? അപ്പോൾ അതുകൊണ്ട് ഞാൻ ഇടുന്ന പോസ്റ്റിനകത്തോ അല്ലെങ്കിൽ ചെയ്യുന്ന വീഡിയോസിനകത്തോ വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ തെറി വിളിക്കുന്നതിന് മുമ്പ് നിങ്ങൾ എൻ്റെ മെസ്സഞ്ചർ വന്ന് കാര്യങ്ങൾ തിരക്കുക, എന്താണ് സംഭവം. ഇനി അതിൽ നിന്നിട്ട് നിങ്ങൾക്ക് മനസ്സിലായത് വിഡ്രോ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഞാനത് വിഡ്രോ ചെയ്യും. എൻ്റെ പാർട്ടിക്കാരാവണം. അവർ പറഞ്ഞാൽ ഞാൻ വിഡ്രോ ചെയ്യും കേട്ടാ. ഓക്കെ. അതുകൊണ്ട് ആ തെറ്റിദ്ധാരണ വേണ്ട. ഞാൻ അത്തരം ഉദ്ദേശത്തോടു കൂടി ഇട്ടതല്ല. ഉദ്ദേശിച്ചത് മറ്റൊന്ന്, പക്ഷെ നിങ്ങൾ മനസ്സിലാക്കിയത് മറ്റൊന്ന്. അത്രയേ അതിനകത്ത് വ്യത്യാസങ്ങളുള്ളൂ. ഓക്കെ. ഏതായാലും ഞാൻ എന്താ പറയുക, ആ വിഷയവുമായി ബന്ധപ്പെട്ട് നിങ്ങൾക്കുണ്ടായ അല്ലെങ്കിൽ നിങ്ങൾക്കുണ്ടാകുന്ന വേദനകളിൽ ഒപ്പം നിൽക്കുന്നു. വിഡ്രോ ചെയ്യണമെന്നുണ്ടെങ്കിൽ ഞാൻ വിഡ്രോ ചെയ്യാം. ഓക്കെ.